എന്തായാലും തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ കേൾക്കാനുണ്ടായിരുന്ന വിവാദം ഡീൽ വിവാദമാണ്. അതിനപ്പുറത്തേക്ക് ഒരു സെൻസറിംഗ് വിവാദം അത് CPM-നും BJP-ക്കും എതിരെയുണ്ട്. എന്തായാലും പ്രതിപക്ഷ VD സതീശന്റെ ചാനൽ അഭിമുഖം ഫേസ്ബുക്കിൽ നീക്കം ചെയ്ത അബദ്ധത്തിലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അഭിമുഖത്തിന് വന്ന മോശം കമന്റുകൾ നീക്കം ചെയ്യാനാണ് പോലീസ് നിർദ്ദേശം നൽകിയത്. വീഡിയോ മുഴുവൻ നീക്കം ചെയ്തത് അബദ്ധത്തിലാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തിനും ആ ഒരു കമന്റ് നീക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബൈ മിസ്റ്റേക്ക് ആ മൊത്തം വീഡിയോ അവർ നീക്കി എന്നുള്ളതാണ് ഇതിലെ ഒരു ഫാക്ച്വൽ പൊസിഷൻ. അത് പെട്ടെന്ന് തന്നെ അത് റിസോൾവ് ആവും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന്. വിനേഷ്, ഇത് ആദ്യത്തെ സംഭവമല്ല. നേരത്തെ സീൽ വിവാദവുമായി ബന്ധപ്പെട്ട് ട്വീറ്റ് പോസ്റ്റ് ചെയ്തവർക്ക് കേരള പോലീസ് നോട്ടീസ് നൽകി. ഇപ്പോൾ ഇതാ പ്രതിപക്ഷ നേതാവിന്റെ ഇന്റർവ്യൂ അത് സെൻസർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസിലും അത് പിൻവലിക്കാൻ നോട്ടീസ് നൽകുന്നു. അതായത് കേരള പോലീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടൊരു സെൻസറിംഗ് ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലെ പുതിയ വിവാദമായി മാറുന്നു. വിനേഷ് പറയൂ. എന്തായാലും ഇതൊരു പുതിയ വിവാദമാണ്. കാരണം പ്രതിപക്ഷ നേതാവിന്റെ ഒരു ഇന്റർവ്യൂ അത് ഫേസ്ബുക്കിൽ വരുന്നു. അതിന്റെ താഴെ കമന്റുകൾ ഉണ്ട്. ആ കമന്റ് നീക്കാനാണ് ആവശ്യപ്പെട്ടത്. അതിന്റെ പിന്നാലെ ഇന്റർവ്യൂ തന്നെ നീക്കം ചെയ്തു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഇത്തരത്തിലൊരു സെൻസറിംഗ് ആരോപണം ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഒരു പുതിയ വിവാദമാണ്. കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലെറ്റർ പാഡിൽ BJP സീൽ വന്നതുമായി ബന്ധപ്പെട്ട് ട്വീറ്റ് ചെയ്തവർക്കെതിരെ നോട്ടീസ് അയച്ചത് കേരള പോലീസാണ്. കേരള പോലീസിന് എന്തിന് BJP ഏജന്റായി പ്രവർത്തിക്കുന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അത് കൊണ്ട് കെട്ടുന്നതും CPM BJP ഡിയിലേക്ക് തന്നെ ആയിരിക്കും. ഇതിപ്പോൾ അബദ്ധത്തിൽ പറ്റിയതാണ് എന്നുള്ളൊരു വിശദീകരണമാണ് രത്തൻ യു കേൽക്കറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത് പുനഃസ്ഥാപിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടെ നിലനിൽക്കുന്നു. വിനേഷ് ചേരുന്നുണ്ട്. വിനേഷ്, ഇത് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് ഡീലിന്റെ മറ്റൊരു മറുപുറമായി തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തുന്ന സെൻസറിംഗ് വിവാദം. സീലില് ട്വീറ്റ് ചെയ്തവർക്കെതിരെ സെൻസറിംഗ് നടപടി ഉണ്ടായി. ഇപ്പോൾ ഇന്റർവ്യൂവിലും എന്താണ് ഇതിൽ CPM-ന്റെ LDF-ന്റെ ഒക്കെ പ്രതികരണം? ചാനലിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഒരു ഇന്റർവ്യൂ വന്നിരുന്നു. ഇതാണ് നീക്കം ചെയ്തത്. ഇത് നീക്കം ചെയ്യാൻ അറിയിച്ചിട്ടില്ല, പോലീസ് പറഞ്ഞിട്ടില്ല. അത് വ്യക്തിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതാണ് എന്നാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ യു കേൽക്കർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇതിന്റെ കമന്റ് മാത്രമാണ് നീക്കം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് പൂർണ്ണമായും ഇതിന്റെ ഇന്റർവ്യൂ തന്നെ, ഈ വീഡിയോ തന്നെ നീക്കം ചെയ്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അത് പുനഃസ്ഥാപിക്കുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ നമ്മൾ ഇത്തരത്തിൽ ഈ മോശം പരാമർശം, മോശം കമന്റ്സുകൾ സാധാരണ നിലയിൽ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. ഇതിനെല്ലാം തന്നെ ഇത്ര ശുഷ്കാന്തിയോടുകൂടി നടപടി എടുക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിരുന്ന ഒരു ഉത്തരം നൽകാൻ തയ്യാറായില്ല. പരമാവധി ഇത്തരത്തിലുള്ള സൈബർ പട്രോളിങ്ങിനിടയിൽ ശ്രദ്ധയിൽപ്പെടുന്ന വിഷയങ്ങളാണ് യഥാസമയം തന്നെ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എടുക്കുന്നത് എന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ BJP-യുടെ സീലുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അത് അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ടിന്റെ മുറയ്ക്ക് അതിൽ ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തി നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ സൈബർ പട്രോളിംഗ് തുടരുകയും ഇത്തരത്തിലുള്ള മോശം പരാമർശവും അതുപോലെ തന്നെ മോശം വീഡിയോയും മറ്റും തെരഞ്ഞെടുപ്പിന്റെ പരിധിയിൽ വരുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.